നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗപ്രവേശനത്തിന് അനുമതി ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂസാ നബിയും മാരണക്കാരും തമ്മിൽ അവരുടെ ഉത്സവ ദിവസത്തിൻ്റെ അന്ന് ഏറ്റുമുട്ടൽ നടക്കുകയാണ്. മൂസാ നബിയോട് അവർ ചോദിച്ചു, ആരാണ് ആദ്യം തുടങ്ങേണ്ടത്? മൂസാ നബി പറഞ്ഞു, നിങ്ങൾ തുടങ്ങിക്കോളൂ. അവർ ആദ്യം അവരുടെ കയറുകളും വടികളുമൊക്കെ ഇട്ടു. അത് പാമ്പായി മാറി. മൂസാ നബിയുടെ വടി നിലത്തിട്ടപ്പോൾ അവർ ഉണ്ടാക്കിയ ആ ഒരു മായാജാലം, അതിനേക്കാൾ വലിപ്പമുള്ള പാമ്പായി മൂസാ നബിയുടെ വടി മാറുകയും അത് ശക്തമായി ചലിക്കുകയും അവരുടെ പാമ്പുകളെയെല്ലാം അത് വിഴുങ്ങിക്കളയുകയും ചെയ്യുന്ന കാഴ്ച അവർ നേരിൽ കണ്ടു. ഞങ്ങളുടേത് വെറും തട്ടിപ്പാണെന്നും ഇത് വെറും മാരണമാണെന്നും സിഹറാണെന്നും മാജിക്കാണെന്നും അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. മൂസാ നബിയുടേത് വെറും ഒരു കൺകെട്ടല്ല എന്നും ഇതൊരു ദൈവികമായ ഇടപെടലാണ് എന്നും ഏറ്റവും അധികം ബോധ്യപ്പെട്ടത് കണ്ടു നിന്നവരെക്കാൾ മൂസാ നബിയെ എതിരിടാൻ വന്ന സാഹിറുമാർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മൂസാ നബിയിൽ വിശ്വസിക്കുകയാണ്. അവരെ വലിയ അധ്വാനമെടുത്ത്, ദിവസങ്ങൾ സമയമെടുത്ത് അടർക്കളത്തിലേക്ക് പോരാടാനായി കൊണ്ടുവന്ന ഫിർഔൻ, അവന് അവരുടെ ഈ വിശ്വാസം ഇഷ്ടപ്പെട്ടില്ല. ഫിർഔൻ ചോദിക്കുന്നുണ്ട്, ഖാല ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും, ഞാൻ അനുവാദം തരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയാണോ? ഇന്നഹു ലകബീറുകുമുല്ലദി അല്ലമകുമുസ് സിഹ്ർ, നിങ്ങളെ കൂട്ടത്തിൽ വലിയ സിഹർ പഠിപ്പിച്ചവൻ ആണവൻ, അവനും സാഹിർ തന്നെയാണ്. ഫല ഉഖത്തിഅന്ന ഐദിയക്കും വ അർജുലക്കും മിൻ ഖിലാഫ്, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ നടുക ഛേദിക്കും. എന്നിട്ടോ വല ഉസല്ലിബന്നക്കും ഫീ ജുദൂഇൻ നഖൽ, ഈത്തപ്പന തടിയിൽ വെച്ച് ഞാൻ നിങ്ങളെ ക്രൂശിക്കും. ഈത്തപ്പന തടിയിൽ ക്രൂശിച്ചു കഴിഞ്ഞാൽ ചോര വാർന്ന് നിങ്ങൾ മരിച്ചു പോകും, ഇഞ്ചിഞ്ചായി നിങ്ങൾ കൊല്ലപ്പെടും. ഏറ്റവും കഠിനമായി ശിക്ഷിക്കുന്നവൻ ആരാണ്, നിലനിൽക്കുന്ന ശിക്ഷ സമ്മാനിക്കുന്നവരാരാണ് എന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും എന്ന് പറഞ്ഞു. ആരാ ശിക്ഷിക്കുമെന്ന് പറഞ്ഞത്? ഫിർഔനാണ്. ഫിർഔൻ പറഞ്ഞാൽ അത് ചെയ്യുന്നവനാണ്. പക്ഷേ അവർ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഖാലൂ ലൻ നുഅ്സിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ, ഞങ്ങൾക്ക് വന്നു കിട്ടിയ വ്യക്തമായ തെളിവുകളുണ്ട്, ഞങ്ങളുടെ സൃഷ്ടിച്ചവനായ ഞങ്ങളുടെ സൃഷ്ടാവുണ്ട്, അവനേക്കാൾ ഞങ്ങൾ നിനക്ക് ഒരു പ്രാമുഖ്യവും നൽകുന്നില്ല, നിനക്ക് ഞങ്ങൾ ഒരു മുൻഗണനയും നൽകുന്നില്ല. ഞങ്ങൾക്ക് വലുത് ഞങ്ങൾക്ക് കിട്ടിയ പ്രമാണം, ഞങ്ങൾക്ക് വലുത് ഞങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവാണ്, അവനേക്കാൾ ഞങ്ങൾ നിങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല ഫിർഔൻ എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഫഖ്ദി മാ അൻത ഖാദ്, നീ എന്തു വേണമെങ്കിലും ചെയ്തോ. അടുത്ത വാചകം, ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, ഈ ദുനിയാവിൽ മാത്രമാണ് ഫിർഔൻ നിനക്ക് വിധി കൽപ്പിക്കാൻ സാധിക്കുക എന്ന് അവർ ഫിർഔനോട് പറഞ്ഞു.
നോക്കൂ, തൊട്ടു മുമ്പ് പ്രവാചകനായ നബിയായ മൂസാ നബിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഫിറഔനിൻ്റെ ആളായി വന്നവർ നിമിഷ നേരം കൊണ്ട് വിശ്വാസം ഉൾക്കൊണ്ട് ഫിറഔനിന് നേരെ എതിരു പറയുന്ന, അവൻ്റെ ശിക്ഷയെ ഭയപ്പെടാത്ത ആളുകളായി മാറിയത് എന്തുകൊണ്ട്? അതവരുടെ മനസ്സിൽ കയറിയ ഈമാനിൻ്റെ ശക്തിയായിരുന്നു. ഈമാൻ, വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മനസ്സിൽ കയറിയാൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന നിർഭയത്വമുണ്ട്, മനസ്സിന് ലഭിക്കുന്ന കരുത്തുണ്ട്, അവന് ലഭിക്കുന്ന സമാധാനമുണ്ട്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നു. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു ഫഹും മുഹ്തദൂൻ. വിശ്വസിക്കുക, വിശ്വാസത്തിൽ അന്യായം കലർത്താതിരിക്കുക, അക്രമം ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള ആളുകൾക്ക് നിർഭയത്വമുണ്ട്, അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ. സഹാബത്ത് ചോദിച്ചു, റസൂലെ, ഞങ്ങളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ വിശ്വസിച്ചതിൻ്റെ കൂടെ അക്രമം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അക്രമം ചെയ്യാറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ശിർക്കെന്ന കൊടിയ അക്രമത്തെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞതെന്ന്. വിശ്വാസമുണ്ട്, വിശ്വാസത്തിൽ ശിർക്ക് കലർന്നില്ല. അങ്ങനെയാണെങ്കിൽ ശിർക്ക് കലരാത്ത വിശ്വാസമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ നിർഭയത്വം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, പേടിയുണ്ടാവില്ല. ശത്രുക്കളെല്ലാവരും നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടുന്നുണ്ട് എന്ന് സഹാബത്തിനോട് പറഞ്ഞു, റസൂലുള്ളയോട് പറഞ്ഞു. അഹ്സാബ് യുദ്ധത്തിൻ്റെ സമയം. അപ്പോഴോ ഫഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിച്ചു എന്ന്. എന്നിട്ട് അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനാണ് എന്ന് സഹാബത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു എന്നാണ്. ഈമാൻ ഉള്ള ആളുകൾക്ക് ശിർക്ക് കലർന്നിട്ടില്ല എങ്കിൽ അവർക്ക് ജീവിതത്തിൽ നിർഭയത്വമുണ്ടാകും. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമയായി നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഈ നിർഭയത്വം സാധ്യമാകുന്നത് എന്ന്. ളറബല്ലാഹു മസലൻ റജുലൻ ഫീഹി ശുറകാഉ മുതശാകിസൂൻ. ഒരു മനുഷ്യൻ, ഒരടിമ, ഒരു ജോലിക്കാരൻ, ആ ജോലിക്കാരന് കുറേ ഉടമസ്ഥരുണ്ട്. അവനെ ജോലിയെടുപ്പിക്കാൻ ധാരാളം ആളുകളുണ്ട്, ഒരാളല്ല, പല ആളുകളാണ് അയാളുടെ ഉടമസ്ഥൻ. വറജുലൻ സലമൻ ലിറജുലിൻ, എന്നാൽ മറ്റൊരു ജോലിക്കാരൻ, മറ്റൊരടിമ, അയാളുടെ ഉടമസ്ഥൻ ഒരാളേ ഉള്ളൂ, അയാളെ ജോലിയെടുപ്പിക്കാൻ ഒരാളേ ഉള്ളൂ. ഹൽ യസ്തവിയാനി മസല, അവർ രണ്ടുപേരും ഒരുപോലെയാകുമോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അൽഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ, അധിക ആളുകളും അറിയുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇതെന്തിനുള്ള ഉദാഹരണമാണ് റബ്ബ് പറഞ്ഞത്? ലോകത്ത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അവനിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുന്ന, അവനിൽ നിന്ന് മാത്രം ദോഷബാധയെ ഭയപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സമാധാനം അത് വളരെ വലുതാണ്. എന്നാലോ കുറേ ദൈവങ്ങളുണ്ട്, കുറേ ആളുകളുണ്ട്. അതേതുപോലെയാണ്? പരസ്പരം തർക്കിക്കുന്ന, കലഹിക്കുന്ന യജമാനന്മാരുടെ കീഴിലെ അടിമയെപ്പോലെയാണ്. പരസ്പരം എതിരു നിൽക്കുന്ന മുതലാളിമാരുടെ കീഴിലുള്ള തൊഴിലാളിയെപ്പോലെയാണ് വ്യത്യസ്തമായ ആരാധ്യന്മാരെ സ്വീകരിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. യൂസുഫ് നബി അതാ ചോദിച്ചത്, അർബാബുൻ മുതഫർരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, വ്യത്യസ്തങ്ങളായ ദൈവങ്ങളാണോ നല്ലത്, അതല്ല ഏകനായ ഒരൊറ്റ റബ്ബാണോ ഉത്തമനായിട്ടുള്ളത് എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഒരൊറ്റ ദൈവം, ഒരൊറ്റ ഇലാഹ്, ഒരൊറ്റ ആരാധ്യൻ, അവന് കീഴൊതുങ്ങി ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവും. കുറേ ദൈവങ്ങൾ, കുറേ ദേവികൾ, കുറേ ദേവന്മാർ, ആ ദേവനെ തൃപ്തിപ്പെടുത്തുമ്പോൾ ഈ ദേവൻ എന്നോട് കോപിക്കുമോ? ആ ദൈവത്തെ തൃപ്തിപ്പെടുത്തുമ്പോൾ ഈ ദൈവം എന്നോട് എന്നെ ശപിക്കുമോ എന്നൊക്കെ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരും അല്ലേ? കുറേ ദൈവങ്ങളുള്ള ആളുകൾക്ക് ജീവിതത്തിൽ ആരാധനയുടെ കാര്യത്തിൽ പോലും സ്വസ്ഥത ഉണ്ടാവില്ല. അസുഖങ്ങൾ വരുമ്പോൾ ഇത് ഇന്നയാൾ ചെയ്തതായിരിക്കോ, മറ്റേതായിരിക്കോ, അതായിരിക്കോ, ഇതായിരിക്കോ, അതൊന്നും ആലോചിച്ച് ടെൻഷനാവില്ല. ഫഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗമുണ്ടായാൽ ആ രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ് എന്നാണ് വിശ്വാസിയുടെ മനസ്സിലുണ്ടാവുക. യാത്ര പോകുമ്പോൾ ഓരോ നേർച്ചക്കുറ്റികളിലും അവൻ പണമെറിഞ്ഞു പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല.
ഈ തങ്ങളെ തൃപ്തിപ്പെടുത്തണം, ആ ജാറത്തെ തൃപ്തിപ്പെടുത്തണം. ചുരം കയറുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഖബറിടത്തിൽ ജാറത്തിങ്കൽ അവന് പണമെറിയേണ്ടി വരൂല. കാരണം എന്താ? അവൻ യാത്ര തുടങ്ങിയത് ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആണ് അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ യാത്ര തുടങ്ങിയത്. പിന്നെ അവനക്ക് എന്തിനാ പേടിക്കേണ്ടത്? ഓനക്ക് പേടിക്കണോ? ഒന്നും പേടിക്കണ്ട. റബ്ബിൽ തവക്കുലാക്കി യാത്ര ആരംഭിക്കുന്നവന് വിദേശത്തേക്ക് പോവുകയാണ്. അപ്പൊ തങ്ങളടുത്ത് പോയിട്ട് അവൻ അനുവാദം വാങ്ങാൻ പോണോ? പോണ്ട. തങ്ങൾ അനുവാദം തന്ന് പിന്നെ എന്നെ പറഞ്ഞയച്ചാലേ എൻ്റെ യാത്ര ശരിയാവുള്ളൂ, എൻ്റെ ജോലി അവിടെ ശരിയാവുള്ളൂ എന്നവൻ വിചാരിക്കണോ? വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ അവൻ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് റബ്ബിൽ നിന്ന് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ബിസ്മി ചൊല്ലി അവൻ ഏതൊരു കാര്യവും തുടങ്ങാൻ സാധിക്കും. വിശ്വാസം അവൻ്റേത് ക്ലിയർ ആണെങ്കിൽ, ഈമാനിൽ ദുൽമ് അക്രമം കലർന്നിട്ടില്ലെങ്കിൽ, ശിർക്ക് കലർന്നിട്ടില്ലെങ്കിൽ, ഏകനായ പടച്ചറബിനെ മാത്രമേ അവന് തൃപ്തിപ്പെടുത്തേണ്ടി വരികയുള്ളൂ. ദിനേന എന്നോണം നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന പല വാർത്തകളും നമ്മൾ കാണാറുണ്ട്. പത്രത്തിൽ നമ്മൾ വാർത്ത വായിക്കുന്നു, ചരമകോളത്തിൽ. ദിനേന എന്നോണം മരണപ്പെട്ടതിൻ്റെ വാർത്തകൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സ്റ്റിക്കറുകൾ സ്ഥിരമായി ഗ്രൂപ്പിൽ വരുന്നു. അപ്പം മനസ്സിൽ പേടി തോന്നുകയാണ്, എൻ്റെ മരണവും ഉണ്ടാവുമോ? ആക്സിഡൻറ്റിൻ്റെ വാർത്ത കേൾക്കുകയാണ്. എൻ്റെ കുട്ടികൾ ടൂർ പോകുമ്പോൾ ഞോലും മരിക്കുമോ? ഓല വണ്ടി ആക്സിഡൻ്റ് ആകുമോ? രാത്രി മക്കൾ വൈകി വരുമ്പോൾ, അവർ ദൂരെ നിന്ന് വരുമ്പോൾ ഉറങ്ങാൻ കഴിയില്ല. ഉമ്മമാർക്ക് ടെൻഷനാണ്. അസുഖത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവിടെ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പം ഞമ്മക്കും തോന്നുകയാണ്, ഞാനും അതേമാതിരി കുഴഞ്ഞു വീണ് മരിക്കുമോ? ക്യാൻസറിനെ പറ്റി കേൾക്കുമ്പോൾ, സ്ട്രോക്കിനെ പറ്റി കേൾക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നൊക്കെ ആശങ്കപ്പെടുകയാണ്. അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യം വിശ്വാസിക്കുന്നുണ്ടോ? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൂമി ലോകത്തെ ജീവിതത്തെക്കുറിച്ചുള്ള അവൻ്റെ കാഴ്ചപ്പാടെന്താ? ഈ ഭൂമി ലോകത്ത് ആകെ കുറച്ചു കാലം ജീവിക്കാനുള്ളൂ. അതേതുവരെയാണ്? അള്ളാഹു മരണത്തിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചവരെ, അത്രയേ ഉള്ളൂ. അതേ ഉള്ളൂ അവനോട് പറഞ്ഞ്. ഇവിടെ എല്ലാം ആസ്വദിക്കാനും എല്ലാം നേടിയെടുക്കാനും എല്ലാം അനുഭവിക്കാനും അതിനുള്ളതാണോ ഇവിടെ? അല്ല. ഇത് ദാറു അമലാണ്, ഇത് പ്രവർത്തിക്കാനുള്ള വീടാണ്. നമുക്ക് ദാറു ജസാ, പ്രതിഫലം നേടിയെടുക്കാനുള്ള വീട് പരലോകാണ്. അപ്പം ഇവിടെ ഉണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് അമിതമായി വിശ്വാസി ടെൻഷനാകുമോ? പ്രായമായി നിൻ്റെ മക്കളൊക്കെ എന്നെ നോക്കുമോ, എന്നിട്ട് പോകുമോ, അങ്ങനെ പേടിക്കുമോ, അങ്ങനെ ടെൻഷനാകുമോ? ഇനി നോക്കൂ, വളർത്തേണ്ട ഒരു കുട്ടി അത് അംഗവൈകല്യമുള്ള അംഗപരിമിതനായ ഒരു കുട്ടിയാണ്, ബുദ്ധിമാന്യമുള്ള കുട്ടിയാണ്. അങ്ങനത്തെ ഒരു പിന്നെ രക്ഷിതാവ് ഒരു ഉമ്മയാണ് എങ്കിൽ പോലും ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടിക്ക് എന്താകും എന്നാലോചിച്ച് ടെൻഷൻ ആകേണ്ട ആവശ്യമുണ്ടോ ശരിക്ക്? എന്നിട്ട് ചില ഉമ്മാരൊക്കെ പറയും, എന്താ പറയുന്നല്ലോ, എൻ്റെ ആ കുട്ടി മരിക്കണതിന് മുമ്പ് ആ കുട്ടി മരിച്ചിട്ട് എന്നെ മരിപ്പിക്കണ കുറച്ചോനെ, അതിനെ നോക്കാൻ ആളുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ആത്മാർത്ഥത കൊണ്ട് പറയാണ്. ആ കുട്ടിന് മറ്റുള്ളവർക്ക് ഭാരമാകരുതെന്ന് വിചാരിച്ച് പറയാണ്. ഈ ദുനിയാവിനെ അള്ളാഹു ഒരു പരീക്ഷണശാലയായിട്ടാണ് നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ SLC പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടിയില്ല, ടെൻഷൻ ആവണോ? +2 പരീക്ഷ ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാകും, അത് ആലോചിച്ച് സങ്കടപ്പെടണോ? LSSO USSO കിട്ടിയില്ല, എഴുതിയ പരീക്ഷ, നാളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതെന്താകുമെന്ന് അമിതമായി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. നമ്മളെ മുമ്പിൽ ഒറ്റ കാര്യമുള്ളൂ, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അവിടെയാണ് നമ്മളെ സ്റ്റോപ്പ്. എന്നെ ബാധിക്കൂല. എന്തു ബാധിക്കൂല? അള്ളാഹ് എനിക്ക് എഴുതി വെച്ചതല്ലാത്ത ഒന്നും എന്നെ ബാധിക്കൂല, എന്നെ ബാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മനോഹരമായൊരു ഉപദേശമുണ്ട്. ആ ഉപദേശത്തിൽ യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത് എന്ന് പറഞ്ഞിട്ട് ചില വാചകങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പണ്ഡിതന്മാർ ഈ വാചകത്തെപ്പറ്റി പറയണത് ചെറിയ വാചകത്തിൽ വലിയ ആശയം പഠിപ്പിച്ച മഹത്തായ വാചകങ്ങളാണിതെന്ന്. അതിൽ ഓരോ വാചകവും വിശദീകരിക്കാൻ നമുക്ക് മണിക്കൂറുകൾ വേണം. അതിലൊരു വാചകം, ജനങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അല്ലേ, അന്നൽ ഉമ്മത ലവിജ്തമഅത അലാ അൻ യൻഫഊക ബിശൈഇൻ, എന്തെങ്കിലും ഒരു ഉപകാരം നിനക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടി, ലൻ യൻഫഊക, അവർ നിനക്ക് ഉപകാരം ചെയ്യൂല, ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അല്ലാഹ് നിനക്ക് എഴുതി വെച്ചത് മാത്രമേ ഓൾക്ക് നേടിത്തരാൻ കഴിയുള്ളൂ. ആരൊക്കെ എൻ്റെ പിന്നാലെ വന്നു, എന്നെ സഹായിക്കാൻ വന്നു, നിന്നെ സഹായിക്കാൻ ആര് വന്നാലും ഒന്നും ചെയ്യൂല. അള്ളാഹ് നിനക്ക് എന്താണോ ഏകിയത് അത് മാത്രം.
വലൗ ഇജ്തമഉ അലാ അൻ യദുറുക ബിശൈഇൻ, ഒരു ഉപദ്രവം നിനക്കുണ്ടാകാൻ വേണ്ടി ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി, എങ്ങനെയാണെങ്കിലും ലം യദുറുക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു അലൈക, അല്ലാഹ് നിനക്കെതിരായി എഴുതി വെച്ച അത് മാത്രമേ നിനക്ക് സംഭവിക്കുള്ളൂ, അതിനപ്പുറം ഒന്നും നിനക്ക് സംഭവിക്കില്ല. എത്ര സമാധാനം നൽകുന്ന വാചകമാണത്. നിന്നെ ആരും ഉപദ്രവിക്കൂല, അല്ലാഹ് എനിക്ക് ഏകിയ ഉപദ്രവം മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ. നിനക്കൊരു സഹായവും കിട്ടൂല, അല്ലാഹ് നിനക്ക് എന്തു സഹായമാണോ നിശ്ചയിച്ചത് അത് മാത്രമേ നിനക്ക് ലഭിക്കുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ അമിതമായ സങ്കടം, അമിതമായ ടെൻഷൻ, ഡിപ്രഷൻ, അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്നത്, ഈ ഭൂമി ലോകം അവിടെ പരീക്ഷണത്തിൻ്റെ ലോകമാണ് എന്നാണ്. ഇവിടെ പരീക്ഷണത്തിൻ്റെ ലോക. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് അല്ലേ. പട്ടിണി ഉണ്ടാവും, ഭയം ഉണ്ടാകും, ധനനഷ്ടം ഉണ്ടാവും, ജീവനഷ്ടം ഉണ്ടാവും, വിഭവനഷ്ടം ഉണ്ടാവും, കുറേ നഷ്ടങ്ങളുണ്ടാവും. എന്നാൽ ഇതൊക്കെ പരീക്ഷണമാണ്. വലനബുലുവന്നകും, പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ് അല്ലേ. മക്കൾ മരണപ്പെടും, ജോലിയിൽ തകർച്ച ഉണ്ടാകും, ബിസിനസ് പൊളിയും, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഭൂമിയിൽ സംഭവിക്കുന്നതാണെന്ന് ഇതൊക്കെ പടച്ചോൻ പറഞ്ഞത്, ഇതൊക്കെ ഉണ്ടാവും ഭൂമിയിൽ. അപ്പോൾ പിന്നെ എവിടെ ആത്മഹത്യക്ക് ചാൻസ്? ഇതൊക്കെ ഉണ്ടാവും എന്ന് പടച്ചോൻ നേരത്തെ പറഞ്ഞുതരാം. അപ്പം ടെൻഷൻ എവിടെ? ചാൻസ് ഇല്ല. സമാധാനം, നിർഭയത്വം, ഈമാനുള്ള ആളുകൾക്ക് നിർഭയത്വം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈമാൻ എന്ന പദത്തിൽ തന്നെ അമ്നുണ്ട്, നിർഭയത്തുണ്ട് അല്ലേ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകൾക്ക് ഖൗലു സാബിത്ത് കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് കൊണ്ട് അവർക്ക് ഉറപ്പ് കൊടുക്കുന്ന, ഉറപ്പിച്ചു നിർത്തുന്ന, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന, തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സമാധാനമാണ്. എന്താണ് പരീക്ഷണങ്ങൾ വരുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ തീരുമാനമെടുക്കുന്നത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാലുക്കൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടായി, വിഷമങ്ങളുണ്ടായി, വേദനകളുണ്ടായി, അസുഖങ്ങളുണ്ടായി, നമ്മൾ പ്രതീക്ഷ റിസൾട്ട് നമുക്ക് ലഭിച്ചില്ല അല്ലേ. അങ്ങനെയൊക്കെ വന്നാൽ എനിക്ക് ലഭിക്കുന്ന ഓരോ പ്രയാസത്തിനും, ഞാൻ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടിനും എൻ്റെ റബ്ബ് എനിക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം തരും എന്ന പ്രതീക്ഷ ഉണ്ടാവാൻ. പരലോകത്തെത്തുകയാണ്. രോഗിയായി ദുനിയാവിൽ കഴിഞ്ഞ മനുഷ്യനാ, പരലോകത്തെത്തിയിട്ട് ആ രോഗിയായി കഴിഞ്ഞ മനുഷ്യൻ ആ രോഗത്തിനു പകരമായി, ക്ഷമിച്ചതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പ്രതിഫലം പരലോകത്ത് കാണുകയാണ്. അപ്പോൾ അവൻ പറയണത് എന്താണെന്നറിയോ? പടച്ചോനെ, എൻ്റെ ശരീരം മുഴുവൻ രോഗമുണ്ടായി ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എനിക്ക് ഇതിലേറെ പ്രതിഫലം കിട്ടുമായിരുന്നല്ലോ അല്ലേ. ചെറിയൊരു അസുഖം കണ്ടെത്തിയപ്പോൾ, അതിനി മാറാൻ സാധ്യതയില്ല എന്നൊരു തോന്നലുണ്ടായപ്പോൾ, ഒരസുഖത്തെപ്പറ്റി മാറാരോഗം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പറ്റുമോ? മാറാരോഗം ഇല്ല, അങ്ങനെ ഒന്നില്ല. മാറാരോഗമില്ല. വേണമെങ്കിൽ മാരക രോഗം എന്ന് പറഞ്ഞോളൂ, കഠിനമായ രോഗം എന്ന് പറഞ്ഞു. ഒരു രോഗത്തെപ്പറ്റി മാറാരോഗം എന്ന് പറയാൻ പറ്റില്ല, എല്ലാ രോഗവും മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു രോഗം ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനുള്ള മരുന്നുണ്ടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ മനുഷ്യന്മാരത് കണ്ടെത്തിയിട്ടുണ്ടാവില്ല. മാറാരോഗം എന്നൊരു പദം തന്നെ അല്ല, പാടില്ലാതെ. എല്ലാ രോഗവും മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അസുഖങ്ങളും മാറ്റാൻ കഴിവുള്ളതാണ്. പക്ഷേ അസുഖമുണ്ടായി, ഇനി അത് എൻ്റെ ജീവനും കൊണ്ടേ പോകൂ എന്ന് ചില അസുഖത്തെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ അപ്പം തന്നെ തീരുമാനിക്കുക, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, എന്നിട്ട് ആത്മഹത്യയിലേക്ക് പോകുക. എത്ര ആളുകളെ കാണുന്നു. വിശ്വാസി അങ്ങനെ ചെയ്യുമോ? ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ കയറുമ്പോഴേക്ക് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നവനാണോ വിശ്വാസി? ഇല്ല. വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. എന്താ സന്തോഷവാർത്ത? നാളെ പരലോകത്ത് നേടിയെടുക്കാനുള്ള വലിയ നേട്ടമുണ്ട് എന്നാണ്. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുസീബത്ത് ബാധിച്ചാൽ അല്ലേ, ഖാലൂ, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരാൾ മരിച്ചാൽ മാത്രം പറയേണ്ട വാക്കല്ലത്. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിലേക്കുള്ളതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത്. അവരാണ് സന്മാർഗം പ്രാപിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടുന്ന, സ്വസ്ഥത തരുന്ന,
ഒരു വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. മറ്റു മതങ്ങൾക്കൊന്നും ഇതില്ല, മറ്റു ദർശനങ്ങൾക്കൊന്നും ഇത് പറയാൻ കഴിയൂല. നിങ്ങൾക്കിവിടെ ദുനിയാവിൽ പ്രയാസങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാകും, ക്ഷമിച്ചോളൂ, നാളെ പരലോകത്തുന്നതമായ ഒരു സ്വർഗം നിങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്, സമാധാനത്തിൻ്റെ ഒരു ഗേഹം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഇവിടുത്തെ നിരീശ്വരവാദികൾക്ക് കഴിയോ? മകൻ മരിച്ചുലേ, സാരല്ല, പരലോകത്തിഞ്ഞ് മകനെ കാണാം എന്ന് പറയാൻ കഴിയോ? എന്താ നമ്മളോട് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുട്ടി മരിച്ചാൽ, അല്ലേ, കുട്ടി മരിച്ചാൽ ആ മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കൾ അൽഹംദുലില്ല പറയണം. അൽഹംദുലില്ല. എന്താ അൽഹംദുലില്ല പറയാൻ കാരണം? പടച്ചോനെ, നീ എൻ്റെ ജീവിതത്തിൽ വിധിച്ചത് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. അതാ അൽഹംദുലില്ല. എൻ്റെ ജീവിതത്തിൽ മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക, എൻ്റെ ജീവിതത്തിൽ നീ ഇതുവരെ വിധിച്ചതെല്ലാം, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതെല്ലാം നിൻ്റെ വിധിപ്രകാരമാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ നീ എന്തെല്ലാം വിധിക്കുന്നുണ്ടോ അതെല്ലാം നീതിയാണ്. എൻ്റെ പടച്ചോനെ, എന്നോടാണല്ലോ ഈ അക്രമം ചെയ്തത് പറയില്ല, വിശ്വാസി പറയില്ല. നിസ്കരിക്കുന്ന ആളാണല്ലോ ഞാൻ, എന്നോടെന്തിനു ചെയ്തു വിശ്വാസി പറയില്ല. അവന് സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, പക്ഷെ അവൻ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പറയൂല, അല്ലേ? അവനെപ്പോഴും ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകുന്ന, അവന് ഉള്ള ജീവിതത്തെ പരമാവധി ആസ്വദിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. ആ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് ജീവിക്കുക. മറ്റു ദർശനങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ പ്രത്യേകമാക്കുന്ന, ഇസ്ലാമിന് മഹത്വം കൽപ്പിക്കുന്ന ഈയൊരു തൗഹീദ് എന്ന വിശ്വാസം, ആ ആദർശം നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അമ്മയറിയാതെ തൻ്റെ ഗർഭം മറച്ചുവെച്ച് പ്രസവിച്ച് കുട്ടിയെ കൊന്നുകളയാനുള്ള ശ്രമം നടത്തിയതിൻ്റെ വാർത്ത നമ്മൾ വായിച്ചു. സ്വകാര്യമായി ജീവിതത്തിൽ തിന്മകൾ ചെയ്യുന്നയാളുകൾ, അവിഹിതങ്ങളിൽ ഏർപ്പെടുന്നയാളുകൾ, തെറ്റുകൾ പതിവാക്കിയ ആളുകൾ, അവർ വിചാരിക്കുന്നത് ഇത് ആരും അറിയില്ല എന്നാണ്, ഇതെനിക്ക് മറച്ചു വെക്കാൻ കഴിയുമെന്നാണ്. നമ്മുടെ ആ ഫോൺ ആരും കാണാതെ സ്വകാര്യമായി നമ്മൾ ഒളിപ്പിച്ചു വെച്ച ആപ്പുകളുണ്ടെങ്കിൽ ഒരുപക്ഷെ മക്കളോ ഭാര്യയോ ഒന്നും അത് കണ്ടെത്തിയെന്ന് വരില്ല. പക്ഷെ വിശ്വാസി ഫോണിൽ തിന്മകൾ കാണാതിരിക്കുന്നത്, അവിഹിതങ്ങളിലേക്ക് പോകാതിരിക്കുന്നത്, തെറ്റുകൾ ചെയ്യാതിരിക്കുന്നത്, അത് എനിക്ക് അപമാനമാകും, ഞാൻ പിടിക്കപ്പെടും, ഞാനിവിടെ കുടുങ്ങും എന്ന് വിചാരിച്ചിട്ടല്ല. എല്ലാം അറിയുന്ന അലീമായ റബ്ബ് അവനിത് അറിയുന്നുണ്ടല്ലോ. എല്ലാം കാണുന്ന ബസീറായ അള്ളാഹ്, അവൻ കാണാത്ത ഒരു ഇരുട്ടുമുറിയും എനിക്കില്ലല്ലോ. എല്ലാം കേൾക്കുന്ന സമീആയ അള്ളാഹ്, അവൻ കേൾക്കാത്ത ഒരു സ്വകാര്യ സംഭാഷണവും എനിക്കില്ലല്ലോ എന്ന ബോധമാണ് അവനെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. നോക്കൂ, പലപ്പോഴും സ്വകാര്യമായ തിന്മകളിൽ അകപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് സമാധാനം ഉണ്ടാവില്ല. ഏത് നിമിഷവും ഇത് പുറത്തറിയാം, കുടുംബം തകരാം, ഞാൻ അപമാനിതനാകാം, എൻ്റെ ഫോട്ടോ പത്രത്തിൽ പ്രത്യക്ഷപ്പെടാം, എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടാം, ചാനലുകൾ അത് സംപ്രേഷണം ചെയ്യാം. ഈ ഒരു ഭയപ്പാട് ഏതു നിമിഷവും സ്വകാര്യമായി തിന്മകൾ വെച്ചു പുലർത്തുന്ന ആളുകൾക്കുണ്ടാവും. ഇത് കൂട്ടുകാരൻ പുറത്തു പറയുമോ? ഇതെൻ്റെ കുടുംബം അറിയുമോ? ഇത് ഏതെങ്കിലും ഒരു കാലത്ത് ആരോപണമായി എനിക്ക് തിരിച്ചു വരുമോ? ഞാൻ കള്ളത്തരം കാണിച്ച് തട്ടിയെടുത്ത പണം അത് ഏതെങ്കിലും ഒരു ഓഡിറ്റിങ്ങിൽ പിടിക്കപ്പെടുമോ? ഇങ്ങനെ ഭയപ്പാടില്ലാത്ത, കൈക്കൂലി വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, എന്നെങ്കിലും ഒരു ദിവസം ആരെങ്കിലും ഒരാൾ വിജിലൻസിനെ അറിയിച്ച് എന്നെ പിടിക്കുമോ? ഈ പേടികളിലൂടെയാണ് തിന്മകൾ സ്വകാര്യമായി ചെയ്യുന്ന ആളുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസിക്ക് ഈ പേടിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ ഈ തിന്മകൾ ചെയ്യാതിരിക്കുന്നത്, ഇതിലിടപെടാതിരിക്കുന്നത് ഭൗതികമായ എന്തെങ്കിലും നഷ്ടങ്ങൾ എനിക്ക് സംഭവിക്കുന്നു പേടിച്ചിട്ടല്ല, മറിച്ച്
ഖബീറാണ് എൻ്റെ റബ്ബ്, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് അവൻ്റെ കാഴ്ചയിൽ പെടാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ തഖ്വ പാലിച്ച് ജീവിക്കണം എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവനാണ് അവൻ. അങ്ങനെ തഖ്വ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഏതു സമയത്തും സമാധാനമാണ്, ജീവിതത്തിൽ അവർക്ക് സമാധാനമാണ്. മരണസമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനമാണ്. അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ എന്നാണ്. നല്ലവരായിരിക്കെ മലക്കുകൾ ഏതൊരാളുടെ ആത്മാവിനെ പിടികൂടാൻ വരുന്നോ, ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി വരുന്നോ, അവർ മലക്കുകൾ പറയും, നിങ്ങൾക്ക് സമാധാനം, സലാം, സമാധാനം, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. മരണം എന്ന് പറഞ്ഞാൽ ഭീകരമായ ഒരവസ്ഥയാണ്, ടെൻഷനുള്ളൊരവസ്ഥയാണ്. പക്ഷേ ആ സമയത്ത് സമാധാനത്തിൻ്റെ വാക്കുകളാണ് മലക്കുകൾ അവരോട് പറയുക എന്നാണ്. നാളെ പരലോകത്തേക്കുള്ള യാത്രയിലെ ആദ്യ ഗേഹം അത് ഖബറാണ്. ആ ഖബറിലും അവർക്ക് സമാധാനമാണുള്ളത്. ഉറങ്ങിക്കോ എന്നാ പറയാം, മണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് അതാ പറയാ. ഖബറിൽ നമ്മളോട് പറയും ഇൻഷാ അല്ലാഹ്, മണവാളൻ ഉറങ്ങുന്നത് പോലെ ഖബറിൽ ഉറങ്ങിക്കോന്ന്. അവിടെയും ഭയപ്പാടിൻ്റെ സാഹചര്യമില്ല, ഒറ്റപ്പെടലിൻ്റെ പ്രയാസമില്ല. സ്വർഗത്തിൽ നിന്നുള്ള പരിമളം ആസ്വദിച്ച്, അവിടെ നിന്നുള്ള ശബ്ദം കേട്ട്, അവിടെ നിന്നുള്ള വായു കൊണ്ട് സ്വർഗത്തിൻ്റെ അനുഭൂതിയുടെ ചെറിയ ഭാഗം ആസ്വദിച്ചുകൊണ്ട് ബർസഖി ലോകത്ത് കഴിയാൻ നമുക്ക് അവസരമുണ്ടാകും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്തേക്കുള്ള യാത്രയിൽ മഹ്ശറിലും അവർക്ക് സമാധാനത്തിൻ്റെ തണലുണ്ടാകും. അവിടെ ആശങ്കയുണ്ട്, എന്തു സംഭവിക്കുമെന്ന പേടിയുണ്ട്, നബിമാർക്കടക്കമുണ്ട്. എങ്കിലും അവിടെ അർശിൻ്റെ തണൽ കിട്ടാനുള്ള സൗഭാഗ്യം, വിയർപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ, ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം വിശ്വാസികൾക്ക് അവിടെയുമുണ്ട്, ഈമാനുള്ള ആളുകൾക്ക് അവിടെയുമുണ്ട്. സ്വർഗത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ ആക്ഷേപത്തിൻ്റെ വാക്കില്ല, അവിടെ നഷ്ടങ്ങളെക്കുറിച്ച് ആലോചനയില്ല. ഇവിടെ എനിക്ക് കാറുണ്ട്, ആ കാറ് അപകടത്തിൽപ്പെടാം, നഷ്ടപ്പെട്ടു പോകാം. ഇവിടെ എനിക്ക് വീടുണ്ട്, അത് പ്രളയത്തിൽ മുങ്ങാം, ഭൂമി കുലുക്കത്തിൽ നഷ്ടപ്പെടാം. ഇവിടെ എനിക്ക് സന്താനങ്ങളുണ്ട്, ആ സന്താനങ്ങൾക്ക് മരണം സംഭവിക്കാം. ഇവിടെ എനിക്ക് സമ്പത്തുണ്ട്, ആ സമ്പത്ത് ഏതു നിമിഷവും എന്നിൽ നിന്ന് നഷ്ടപ്പെടാം. ഏതെല്ലാം അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ നമുക്കുണ്ടോ അതെല്ലാം നശ്വരമാണ്, ശാശ്വതമല്ല. എന്നാൽ സ്വർഗത്തിലേതോ ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികളായിരിക്കുന്ന, അവിടുത്തെ അനുഗ്രഹങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല, നിത്യമായി നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളാണ് നാളെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നഷ്ടപ്പെടുമോ എന്നൊരു ടെൻഷൻ അവിടെ ഇല്ല. ഈ സുഖം അവസാനിക്കുമോ എന്ന് പേടിക്കേണ്ടതില്ല. ഈ പഴങ്ങൾ തീർന്നു പോകുമോ, ഈ മദ്യം കഴിഞ്ഞു പോകുമോ, എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ അത് പടച്ചവൻ തിരിച്ചു വാങ്ങുമോ, പേടിക്കണ്ട. സ്വസ്ഥമായി സന്തോഷത്തോടു കൂടി സ്വർഗത്തിൽ കഴിയാനുള്ള അവസരം ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. സലാം, സമാധാനം എന്ന വാക്ക് അവിടെ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കും. അവിടെ ആക്ഷേപത്തിൻ്റെ യാതൊരു വർത്തമാനവും അവിടെ നമുക്ക് കേൾക്കാനുണ്ടാവുകയില്ല. സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന, ഈമാനുള്ള ആളുകൾക്ക്, ശിർക്ക് കലരാത്ത വിശ്വാസമുള്ള ആളുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹീതമായ അവസരമാണ്. ഈ അവസരത്തെ നമ്മൾ ഈ ഭൂമി ലോകത്ത് ഭംഗിയായി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. നമ്മൾ ചില വാക്കുകൾ അത് വാക്കുകളായി മാത്രം പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ മനസ്സിൽ കൊണ്ട് അതിലെഴുതി വെച്ച് ഉറപ്പിച്ചു പറയണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് വെറും ഒരു ദിക്റല്ല, യാതൊരു കഴിവും കാര്യവും അള്ളാഹുവിനെ കണ്ടല്ലാതെ ഇല്ല എന്നത് മനസ്സിൽ എഴുതി വെച്ച് ഉറപ്പിച്ചു പറയേണ്ട വാക്കാ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്കെൻ്റെ റബ്ബ് മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനാണ് എന്നത് നമ്മൾ മനസ്സിൽ എഴുതി വെച്ച് ഉറപ്പിച്ചു പറയേണ്ട വാക്കാണ്. ഏക ദൈവത്തിൽ, ഏകനായ പടച്ചറബിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. ശിർക്ക് കലരാത്ത ജീവിതമാണ് ഉള്ളതെങ്കിൽ സമാധാനമുണ്ട്. പരലോകത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് സങ്കടമുണ്ടാവുകയില്ല, ടെൻഷൻ ഉണ്ടാവുകയില്ല. എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എൻ്റെ റബ്ബ് തീരുമാനിച്ചതുപോലെയാണ് എന്ന ഖളാ ഖദറുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സമാധാനമാണ്. അതിനപ്പുറത്ത് എൻ്റെ കാര്യങ്ങൾ ഞാൻ ഭരമേൽപ്പിക്കുന്നത് എൻ്റെ റബ്ബിലാണ് എന്ന ഒരു തവക്കുൽ, മനസ്സിൻ്റെ ഉറച്ച ദൃഢമായൊരു തവക്കുൽ അതുണ്ട് എങ്കിൽ അവിടെയും നമുക്ക് സമാധാനമാണ്. അങ്ങനെ നിർഭയത്വത്തോടു കൂടി
ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ എല്ലാ സമയത്തും സമാധാനത്തോടും നിർഭയത്വത്തോടും കൂടി ജീവിക്കാനുള്ള അവസരം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കടങ്ങൾ അല്ലാഹു വീട്ടിത്തരുമാറാകട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫിയാക്കി തരുമാറാകട്ടെ. വിവിധ കാരണങ്ങളാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാകട്ടെ. ഫിലസ്തീനിൻ്റെ മണ്ണിൽ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങൾക്ക് അല്ലാഹു ആശ്വാസമരുളുമാറാകട്ടെ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ ശത്രുക്കളെ അള്ളാഹു തന്നെ കൈകാര്യം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അഖീമുസ്സലാ.